നമ്മളൊരു ദിവസം നമ്മുടെ മോന് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഒരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവന് സ്കൂളിലേക്ക് ഓട്ടോറിക്ഷയിലോ ബസ്സിലോ ആണ് പോയിരുന്നത്. അപ്പൊ ഒരു ദിവസം ആ വണ്ടി കിട്ടിയില്ല. അപ്പൊ നമ്മുടെ വണ്ടിയിൽ അവനെ സ്കൂളിലേക്ക് കൊണ്ടുപോയി. അപ്പോ കുറച്ച് വൈകിയിരുന്നു. അത്യാവശ്യം നല്ല വേഗതയിലാണ് പോണേ. ചെറിയ റോഡാണ്. അപ്പൊ എതിർവശത്തൊരു ലോറിയാണ് വരുന്നത്. ആ ലോറിക്ക് നമ്മൾ സൈഡ് കൊടുത്ത് ലോറി നമുക്ക് സൈഡ് തന്ന്, പിന്നെ അവിടെ റോഡില്ല, അത്രയും ചെറിയ റോഡാണ്. അപ്പോഴാണ് ഈ ലോറിയുടെ പിറകിലൊരു നല്ല സ്പീഡിലൊരു ബൈക്ക് വരുന്നുണ്ട്. ആ ബൈക്കിന് പിന്നെ പോകാൻ സ്ഥലമില്ലല്ലോ, നേരെ നമ്മുടെ വണ്ടിയിൽ വന്നിട്ട് കുത്തി. വണ്ടിയുടെ മുൻഭാഗം ആകെ പോയി. ആ ബൈക്കിലൊരു അമ്മയും മോനുമായിരുന്നു. രണ്ടാള് റോട്ടിലേക്ക് മറിഞ്ഞു വീണ്. പിന്നെ അമ്മയുടെ തല ഇങ്ങനെ ലോറിയുടെ ടയറിന്റെ തൊട്ടടുത്തിരുന്നു. അങ്ങനെ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. നമ്മളിങ്ങനെ നോക്കുമ്പോ വണ്ടിയുടെ മുൻഭാഗം ആകെ ഇല്ലാതായി പോയിട്ടുണ്ട്. അപ്പോ മനസ്സിങ്ങനെ ആകെ വിഷമായി. കാരണം ഇനി അത് നന്നാക്കണം, യാത്രകളൊക്കെ മുടങ്ങി. ആ സങ്കടത്തില് വണ്ടി മെല്ലെ ഇങ്ങനെ എടുത്തു പോരാ തിരിച്ച്. പതുക്കെ ഇങ്ങനെ സ്കൂളൊക്കെ ക്യാൻസൽ ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോരുന്ന സമയത്ത് വണ്ടിയുടെ മുൻഭാഗം കേടുവന്നതിന്റെ പേരിൽ വിഷമിച്ചിരിക്കുന്ന ഞാൻ കേൾക്കുന്നത് ഒരു കരച്ചിലാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോ നമ്മുടെ മോന പിറകിലെ സീറ്റിലിരുന്നിട്ട് കരയുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ തേങ്ങി കരയുന്നുണ്ട്. ഇവന്റെ ചുണ്ടൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പൊ ചുണ്ടൊക്കെ ചോരയൊക്കെ ഉണ്ട് കാണുന്നുണ്ട്. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, മോനെ എന്താ വേദനയുണ്ടോ? നമുക്ക് ആശുപത്രിയിലേക്ക് പോണോ? വേണ്ടെന്ന്. മരുന്ന് എന്തെങ്കിലും തേക്കണോ? അപ്പോഴവൻ വേണ്ടെന്നാ പറയണ. ഇതൊന്നും വേണ്ട. നിനക്ക് വേദനിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെന്തിനാ കരയണമെന്ന് ചോദിച്ചു. വേദനിക്കണില്ലെങ്കിൽ പിന്നെന്തിനാ കരയണമെന്ന് ചോദിച്ചു. അപ്പൊ എന്റെ കുട്ടി എന്താ നിന്നോട് പറഞ്ഞെന്നറിയോ? അവൻ എന്നോട് പറഞ്ഞു, അപ്പാ ആ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ ചോദിച്ചു. അവരുടെ തല പൊട്ടിയിട്ട് ചോരയൊക്കെ വരുന്നുണ്ടല്ലോ. അവരേത് ആശുപത്രിയിലേക്ക് പോയതെന്ന് ചോദിക്കോ, നമുക്ക് അങ്ങോട്ട് പോവാം. ഞാൻ വലിയൊരു കുട്ടിയായി പോയി. എന്റെ മോൻ ചെറിയൊരു മനുഷ്യനായി പോയി. വണ്ടിയുടെ മുൻഭാഗം പൊട്ടിയതിന്റെ പേരിലാണ് എന്റെ മനസ്സ് വിഷമിക്കണം. ആരുമല്ലാത്തൊരു അമ്മയുടെ നെറ്റി പൊട്ടിയതിന്റെ പേരിലാണ് അവന്റെ മനസ്സ് വിഷമിക്കണം. അതാണ് ജിബ്രാൻ പറഞ്ഞത്, കുട്ടികൾക്ക് നിങ്ങൾ എന്ത് വേണമെങ്കിലും കൊടുത്തോളൂ, നിങ്ങളുടെ ചിന്തകൾ കൊടുക്കരുത് കേട്ടോ. കാരണം അവര് വേറെ മനുഷ്യന്മാരാണ്. അവരീ ഭൂമിയിലേക്ക് വന്നത് നിങ്ങളെ ചിന്തകൾ പോലെ ചിന്തിക്കാനല്ല. നിങ്ങൾ കുട്ടികളെ പോലെ ആയിക്കോളൂ, അവരെ നിങ്ങളെ പോലെ ആക്കരുത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വല്ലാത്തൊരു വാക്കല്ലേ. നിങ്ങൾ കുട്ടികളെ പോലെ ആകൂ. നമ്മളൊരു വീട്ടിലേക്ക് പോയാല് ആ വീടിന്റെ ആർഭാടങ്ങളിലേക്ക് നമ്മൾ നോക്കുക. അതിന്റെ ഗേറ്റ് എത്ര വലുതാണ്, അതിന്റെ മതിൽ എത്ര വലുതാണ്, അവിടെയുള്ള TV എത്ര വലിയ ഇഞ്ചാണ്, അവിടെ ഉണ്ടാക്കിയ വാതിലുകൾ ഏത് മരം കൊണ്ടാണ്, അവിടെ ഉണ്ടാക്കിയ ആർഭാടങ്ങളിലേക്കാണ് നമ്മുടെ കണ്ണ് പോവുക. നമ്മുടെ കൂടെയുള്ള കുട്ടിയുടെ കണ്ണെങ്ങോട്ട് പോവുക? അവിടെയുള്ള പൂച്ചക്കുട്ടിയിലേക്കാ പോവുക. അവിടെ ഇങ്ങനെ തത്തിക്കളിക്കുന്ന അവിടെയുള്ള ചെറിയ പക്ഷികളിലേക്കാ പോവുക. അവിടെയുള്ള മത്സ്യങ്ങളുണ്ടെങ്കിൽ അതിലേക്ക്, ചെറിയ പൂക്കളിലേക്ക്. ഇതൊക്കെയാണ് നമ്മളെ കുട്ടികൾ പോവുക. നമ്മള് ചിന്തിക്കുന്നത് മുഴുവനും ആർഭാടങ്ങളെ കുറിച്ചായിരിക്കും. കുട്ടികളുടെ ഉള്ളിലുള്ള ഈ ശുദ്ധി ഉണ്ടല്ലോ, ആ ശുദ്ധി നമ്മൾ കാരണം കെട്ടുപോകാതിരിക്കുക എന്നുള്ള ഒരു ജാഗ്രതയാണ് ഒരു പാരന്റ് എന്ന അർത്ഥത്തില് ആ കുഞ്ഞിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം. ഷൂസെ സെരമാവോ എന്ന് പറയുന്ന വലിയൊരു എഴുത്തുകാരനുണ്ട് ഇംഗ്ലീഷിൽ. അദ്ദേഹം 70ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതുന്നത്. 70ാമത്തെ വയസ്സിൽ ആ ആത്മകഥ എഴുതുമ്പോൾ അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട്. 7 വയസ്സുള്ള സമയത്ത് അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെന്താണെന്നറിയോ? ഒരു കുതിരപ്പുറത്ത് കയറണം എന്നായിരുന്നു. അതുകൊണ്ട് സ്വന്തമായി കുതിരയുള്ള ഒരാളോട് ചെന്നിട്ട് ഈ കുട്ടി ചോദിച്ചു, ഞാൻ നിങ്ങളുടെ കുതിരപ്പുറത്തൊന്ന് കയറിക്കോട്ടെ. ഇയാള് കുതിരപ്പുറത്ത് കയറാൻ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, അവന്റെ കൂട്ടുകാരുടെ ഇടയിൽ വെച്ച് ആ കുട്ടിയെ അപമാനിച്ചു. ആ അപമാനിച്ച സംഭവത്തെ കുറിച്ച് 70ാമത്തെ വയസ്സിൽ ഇദ്ദേഹം പറയണത് എന്താണെന്നറിയോ? ഞാൻ ഒരിക്കലും കയറിയിട്ടില്ലാത്ത കുതിരപ്പുറത്ത് നിന്ന് വീണതിന്റെ മുറിവ് എന്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ ആ കുതിരപ്പുറത്ത് കയറിയിട്ടില്ല, പക്ഷെ അയാളുടെ വാക്ക് കൊണ്ട് എന്റെ ഉള്ളു മുറിഞ്ഞ് ആ മുറിവിന്റെ പാട് എന്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. വാക്കുകൾ അന്നമാണ്.
നമുക്ക് പരിചയമുള്ള കുട്ടികൾ മാത്രമല്ല, നമ്മൾ കാണുന്ന ഓരോ കുട്ടിയുടെയും ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന വാക്ക് വളരുന്നുണ്ട്. നമ്മളൊരു അനുഭവം പറയാം. 7ാം ക്ലാസ്സിൽ നമ്മളിങ്ങനെ 4ാം ക്ലാസ് വരെ ഒരു സ്കൂള്, 7ാം ക്ലാസ് വരെ വേറൊരു സ്കൂള്, അങ്ങനെ സ്കൂളുകളായിരുന്നു. 3 സ്കൂളിലായിരുന്നു നമ്മളൊക്കെ പഠിച്ചിരുന്നത്. അപ്പോ 7ാം ക്ലാസ് പൂർത്തിയാക്കിയിട്ട് സ്കൂളിൽ നിന്ന് പോവാ. ആ സമയത്ത് ക്ലാസ് ലീഡറൊക്കെ ആയിരുന്നു. അപ്പോ മാഷോട് ചോദിച്ചു, മാഷെ ഇനി ഞങ്ങൾ 8ാം ക്ലാസ്സിലേക്ക് നേരെ പോയാൽ പോരെന്ന് ചോദിച്ചു. മാഷോടെ 8ാം ക്ലാസ്സിലേക്ക് നേരെ പോയാൽ പോരെന്ന് ചോദിച്ചു ക്ലാസ് മാഷോട്. ഈ മാഷിന് അന്നത്തെ എന്തോ ഒരു മനസ്സിന്റെ വിഷമം കൊണ്ടാവാം, അന്നുണ്ടായ എന്തെങ്കിലും ഒരു ടെൻഷൻ കൊണ്ടാവാം, ഈ മാഷ് അന്നൊരു വാക്ക് പറഞ്ഞു. എന്നെ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞു. ഞാൻ ആ വാക്ക് ഇവിടെ പറയണില്ല, നിങ്ങൾക്ക് കേൾക്കണോ? ആ മാഷെ ഇപ്പോഴും കാണാറുണ്ട്. എനിക്ക് ആ മാഷെ ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമ്മളെ പഠിപ്പിച്ച ഓരോ മാഷോടും ടീച്ചറോടും നമ്മൾക്ക് അത്രയും സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ട്, ശരിയാ. ആ മാഷോട്, മറ്റുള്ള ആളുകളോട്, മറ്റുള്ള മാഷന്മാരോട്, ടീച്ചർമാരോട് ഉള്ളൊരു സ്നേഹം നമ്മുടെ ഉള്ളിൽ വരുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും ആ മുറിവ് മാഞ്ഞു പോകുന്നില്ല. അത് മാഞ്ഞു പോകാനുള്ള സാധ്യതയും കുറവാണ്. കാരണം 7ാം ക്ലാസ്സിൽ നിന്നുണ്ടായ മുറിവാ. ഇപ്പൊ 42 വയസ്സായി. 42 വയസ്സുള്ള എന്നെ ഇത്രേ ആളുകളുടെ ഇടയിൽ വെച്ച് നിങ്ങളെ പരിഹസിച്ചു നോക്കൂ, അപമാനിച്ചു നോക്കൂ. 4-5 മിനിറ്റ് കൊണ്ട് ഞാനത് മറന്നുപോകും, അത് വിട്ടുകളയും. എന്നാൽ 4-5 വയസ്സുള്ള ഒരു കുട്ടിയെ നിങ്ങൾ അപമാനിച്ചു നോക്കൂ. 42ാമത്തെ വയസ്സിലും 60ാമത്തെ വയസ്സിലും 75ാമത്തെ വയസ്സിലും ആ മുറിവ് നീട്ടിക്കൊണ്ടേയിരിക്കും. ഒരു കുട്ടിയോട് പെരുമാറുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. ഒരു കുട്ടിയോട് പെരുമാറുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാരമായ കാര്യമല്ല. ഒരു മാഷിന്റെ കഥ വായിച്ചിട്ടുണ്ട്. മാഷ് കുറെ കാലങ്ങൾ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു കുട്ടിയെ കാണാം, പഠിപ്പിച്ച കുട്ടി. മാഷിന് എത്ര ആലോചിച്ചിട്ട് അവനെ മനസ്സിലാവണില്ല. അവൻ മാഷോട് ഇങ്ങനെ പറയും, മാഷിക്ക് എന്നെ മനസ്സിലായില്ലേ. അവനിങ്ങനെ പറയാ, മാഷിക്ക് മനസ്സിലാകണില്ല എന്ന് പറഞ്ഞപ്പോ അവന് വിഷമായി. അപ്പോ അവസാനം അവനൊരു കാര്യം എടുത്ത് പറഞ്ഞു. എന്താണെന്നറിയോ? മാഷ് എന്നെ ഓർക്കാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരാള്, അവന്റെ അച്ഛൻ ഗൾഫിലായിരുന്നു. അപ്പൊ അച്ഛൻ അവന് പുതിയൊരു വാച്ച് കൊടുത്തിട്ട് ആ വാച്ചും കൊണ്ട് അവൻ ക്ലാസ്സിലേക്ക് വന്ന്. ആ വാച്ച് ഉച്ചയായപ്പോഴേക്ക് കാണാതായി, വാച്ച് കാണാനില്ല. മാഷ് ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് വന്നപ്പോഴാണ് വാച്ച് കാണാനില്ലാത്ത കാര്യം പറഞ്ഞ് ഇവൻ കരയുന്നത്. മാഷിക്ക് മനസ്സിലായി അത് ക്ലാസ്സിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. അപ്പൊ മാഷ് എന്താ ചെയ്തതെന്നറിയോ? മാഷ് ഞങ്ങളോട് എല്ലാരോടും എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞ് ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്ന്. മാഷ് ഞങ്ങളോട് എല്ലാരോടും കണ്ണടച്ചു പിടിക്കാൻ പറഞ്ഞ് ഞങ്ങളെല്ലാരും കണ്ണടച്ചു പിടിച്ചു. മാഷ് ഞങ്ങളെ എല്ലാരെയും പരിശോധിച്ച്, കീശയിലും ബാഗിലൊക്കെ പരിശോധിച്ച്. ഓർമ്മയില്ലേ? ആ ഓർമ്മയുണ്ട്. മാഷെ ഒരാളെ കീശയിൽ നിന്ന് അത് കിട്ടിയില്ലേ? ആ കിട്ടി, അത് ഞാനായിരുന്നു മാഷെ. ഇപ്പൊ മാഷക്ക് എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. എടാ, ആ സംഭവം എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ നിന്നെ എനിക്ക് ഓർമ്മയില്ല. അതെന്താ മാഷെ? മാഷ് പറഞ്ഞു, എല്ലാരോടും കണ്ണടക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടായിരുന്നു എന്നറിയോ? ആരുടെ കീശയിൽ നിന്നാണ് അത് കിട്ടുന്നത് എന്ന് മറ്റുള്ള കുട്ടികൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കൂട്ടത്തിൽ ആരാണ് കള്ളൻ എന്ന് മറ്റുള്ള കുട്ടികൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാരോടും കണ്ണടക്കാൻ പറഞ്ഞ. എടാ, നിങ്ങളോട് എല്ലാരോടും കണ്ണടക്കാൻ പറഞ്ഞപ്പോ മാഷും കണ്ണടച്ചിരുന്നു. എനിക്കറിയണ്ട എന്റെ കുട്ടികളുടെ കൂട്ടത്തിൽ ആരാണ് കള്ളൻ എന്ന് എനിക്കറിയണ്ട. നല്ലൊരു മാഷ് അന്ധനായൊരു മാഷായി മാറുകയാണ്. ഈ അടുത്ത് നിങ്ങൾ കേട്ടില്ലേ, ഒരു ഓഫീസ് റൂമിൽ വെച്ച് അധ്യാപകനോട് കയർത്ത ഒരു കുട്ടി ഒരിക്കലും ഒരു അധ്യാപകനോട് പറയാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ ആ സ്കൂളിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ അവനെ പുറത്താക്കാൻ പാടില്ലായിരുന്നു. കാരണം അവനിപ്പോ എവിടെയായിരിക്കും? അവനിനി ആരായി മാറും? 100 ആടുകളെ മേച്ചുകൊണ്ട് നടക്കുന്നതിനിടയിൽ ഒരാടിനെ കാണാതായതിന്റെ കഥ പറയുന്നുണ്ട് ബൈബിളില്. 100 ആടുകളെ മേച്ച് നടക്കുന്നതിനിടയിൽ ഒരാടിനെ കാണാതായി. അപ്പൊ ഈ ഇടയൻ എന്താ ചെയ്യുന്നതെന്നറിയോ? ആ 99 ആടിനെയും ഉപേക്ഷിച്ച് ഈ ഒരാടിന്റെ പിന്നാലെ പോവാ. എന്തിനാന്നറിയോ?
ആ 99 ആടുകൾക്കും കൂടെ ആളുണ്ട്. പക്ഷെ ഈ ഒരാടിന് ആരുമില്ല. അതുകൊണ്ട് എവിടെയും എത്താം. അതുകൊണ്ട് പുറത്താക്കപ്പെട്ട ആ കുട്ടിയുടെ പിറകെ പോകാൻ ആ സ്കൂളിൽ ഒരു മാഷ് വേണമായിരുന്നു. ആ മാഷിക്ക് ആ കുട്ടിയുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കാൻ കഴിയുന്നു. നേരത്തെ പറഞ്ഞതുപോലെ അവന്റെ ഉള്ളിലെ അത്ഭുതത്തെ തിരിച്ചറിയാൻ കഴിയുന്നു. ഭാഷ എന്ന് പറയുന്ന വലിയൊരു ഗുരു ഉണ്ടായിരുന്നു ജപ്പാനില്. പണ്ടൊക്കെ ആശ്രമം പോലെയാണല്ലോ. മാഷിന്റെ അടുത്തേക്ക് കുട്ടികൾ ഇങ്ങോട്ട് വരിക ചെയ്യാം. ഇന്ന് മാഷ് അങ്ങോട്ട് പോവുക ചെയ്യാം. ഇന്ന് അറിവും കൊണ്ട് മാഷ് അങ്ങോട്ട് പോവുക ചെയ്യാം. പണ്ടൊക്കെ അറിവ് തേടി ആളുകൾ ഇങ്ങോട്ട് വരിക ചെയ്തത്. അങ്ങനെ മാഷിന്റെ കൂടെ കുറെ കുട്ടികൾ താമസിച്ച് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ കൂട്ടത്തിൽ ഒരു കുട്ടി പിന്നെ മറ്റുള്ള കുട്ടികളുടെ സാധനങ്ങളൊക്കെ മോഷ്ടിക്കും. അപ്പൊ മറ്റുള്ള കുട്ടികളെല്ലാരും മാഷ് എടുത്ത് വന്നിട്ട് പറഞ്ഞു, മാഷെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇപ്പൊ മോഷ്ടിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. അവൻ ഇനിയും എന്തെങ്കിലും മോഷ്ടിച്ചാൽ മാഷ് അവനെ പുറത്താക്കണം. മാഷ് പറഞ്ഞ് ഞാൻ ആലോചിക്കാം. പറഞ്ഞതുപോലെ തന്നെ അവൻ വീണ്ടും മോഷ്ടിച്ചു. അപ്പൊ ഈ കുട്ടികളെല്ലാരും മാഷിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മാഷെ അവൻ വീണ്ടും മോഷ്ടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവനെ ഇവിടുന്ന് പുറത്താക്കണം പറഞ്ഞു. മാഷ് ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, ഇല്ലടാ പറ്റൂല, അവനെ പുറത്താക്കാൻ പറ്റൂല പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, എന്നാ ഞങ്ങളൊക്കെ ഇവിടുന്ന് പോകും എന്ന് പറഞ്ഞു. മാഷ് എന്താ പറഞ്ഞതെന്നറിയോ? നിങ്ങളെല്ലാരും പോയിക്കോളൂ, അവനെ ഞാൻ വിടൂല. കാരണം നിങ്ങൾ പുറത്തു പോയാൽ എനിക്ക് യാതൊരു പേടിയില്ല. നിങ്ങൾക്ക് സത്യവും അസത്യവും മനസ്സിലായിട്ടുണ്ട്. അവനിപ്പോഴത് മനസ്സിലായിട്ടില്ലടാ, അവിടെ ഞാൻ അവനെ പുറത്തു വിടൂല. ആ സ്കൂളിലെ മുഴുവൻ കുട്ടികളും പുറത്തു പോയാലും ഈ കുട്ടിയെ പുറത്തു വിടാൻ പാടില്ല. കാരണം ഇവൻ അങ്ങോട്ട് വന്നത് പാഠപുസ്തകത്തിലുള്ളത് പഠിക്കാൻ വേണ്ടി മാത്രമല്ല, അവനൊരു പുതിയ മനുഷ്യനാകാൻ വേണ്ടി വന്നതായിരുന്നു. ഞങ്ങൾക്കതിന് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പുറത്താക്കാനാണെങ്കിൽ അങ്ങനെ ഒരു കലാലയത്തിന് പ്രസക്തി ഇല്ലാതായി മാറും. ഒരു മനുഷ്യനെ മാറ്റാനുള്ള ഒരു സങ്കേതമാണ് ഒരു വിദ്യാലയം എന്ന് പറയുന്നത്. എല്ലാ മാഷന്മാരൊന്നും വേണ്ട, ഒരൊറ്റ മാഷ് മതിയായിരുന്നു. ആ കുട്ടിയുടെ പിന്നാലെ പോയി അവനെ മാറ്റിമറിക്കാൻ. പണ്ടൊരു കുട്ടിയുടെ കഥ വായിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ ഈ കണക്ക് ഹോംവർക്ക് ഉണ്ടാവുമല്ലോ, ഇങ്ങനെ വീട്ടിൽ നിന്ന് എഴുതി കൊണ്ടുവന്ന് ക്ലാസ്സിൽ ഇങ്ങനെ അട്ടിയായി വെച്ചിരുന്നില്ലേ? ഇപ്പൊ അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല, നമ്മൾ മാഷല്ല. കുട്ടികളെല്ലാരും ഇങ്ങനെ നോട്ട് ബുക്ക് ഇങ്ങനെ അട്ടിയായി കൊണ്ടുവന്ന് വെച്ച് മാഷ് വന്നിട്ട് അതിങ്ങനെ ഓരോന്ന് പരിശോധിക്കുക. കണക്കാണല്ലോ, അപ്പൊ കുട്ടികളൊക്കെ ഇങ്ങനെ പേടിച്ചു വറക്കുക. ഇതിൽ നിന്ന് ഒരു ബുക്ക് ഇങ്ങനെ പരിശോധിക്കുന്നതിനിടയിൽ മാഷിന്റെ മുഖമൊക്കെ മാറുന്നുണ്ട്. അതിലെന്തോ ഒന്ന് മാഷ് കണ്ടിട്ടുണ്ട്. അപ്പൊ ആ പുസ്തകം എന്റേതാണ് എന്ന് തിരിച്ചറിഞ്ഞ ആ കുട്ടി പേടിക്കാൻ തുടങ്ങി. പഠിച്ചവന് എന്താണ് പ്രശ്നം എനിക്ക് മനസ്സിലാവില്ലല്ലോ, എന്റെ ബുക്കാണല്ലോ അത്. ആ കുട്ടിക്ക് എന്തായാലും ബേജാറുണ്ടാവില്ലോ. മാഷ് ആ കുട്ടിയോട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. ആ കുട്ടി എഴുന്നേറ്റ് നിന്ന് ആകെ വെറുക്കുന്നുണ്ടായിരുന്നു. മാഷിങ്ങനെ ആ കുട്ടിയെ അടുത്തേക്ക് വിളിച്ചു, എന്നിട്ടിങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് അവളിങ്ങനെ ശ്രദ്ധിക്കുന്നത്, കണക്ക് എഴുതേണ്ട സ്ഥലത്ത് അവൾ എഴുതി വെച്ചത് 2 വരി കവിതയാ. ഏതോ ഒരു ഹാലില് ഒരു കവിത വന്ന ആ കവിത ആ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. കണക്കിന് പകരം കവിത എഴുതിയ കുട്ടിയെ മാഷിങ്ങനെ അടുത്തേക്ക് വിളിച്ച് അത് ഉറക്കെ ചൊല്ലാൻ പറഞ്ഞു. ആ കുട്ടി ഉറക്കെ ചൊല്ലി, പേടിച്ചു വരച്ച് അതിങ്ങനെ ഉറക്കെ ചൊല്ലി. കുട്ടികളെല്ലാരും ഇങ്ങനെ പിന്നെ അന്താളിച്ച് നിൽക്കുകയാണ്, ഇതെന്താണ് സംഭവം. മാഷ് എന്താ പറഞ്ഞതെന്നറിയോ? എല്ലാരും കൈയടിക്കൂ. കുട്ടികളെല്ലാരും കൈയടിച്ചു. കണക്കെഴുതേണ്ട സ്ഥലത്ത് കവിത എഴുതിയിട്ട് ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും. ആ പെൺകുട്ടിയുടെ പേര് സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടി എന്നാണ് പറയുക. ഗാന്ധിജിയുടെ കൂടെ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി സാന്നിധ്യമായിരുന്ന ധീരയായ കവയത്രിയായ ഒരു ധീരദേശാഭിമാനിയായി മാറിയ സരോജിനി നായിഡു ആണ്. ഇതാണ് മാഷ്. പാഠപുസ്തകത്തിലുള്ളത് പഠിപ്പിക്കാനല്ല മാഷ്. അതിന് AI വന്നാലും അതിന് കഴിയും അല്ലേ? പണ്ടൊക്കെ നമ്മള് ഹെൽമെറ്റ് ഇട്ടിരുന്നെന്ന് നോക്കിയിരുന്നത് റോഡിന്റെ സൈഡിൽ പോലീസ് ഇല്ലല്ലോ. കുറച്ചു കാലം കഴിഞ്ഞാൽ ഇനി ക്ലാസ് റൂമിലേക്ക് വന്ന് പഠിപ്പിക്കുന്നത് മാഷാകണമെന്നില്ല, AI ആയിരിക്കും. AI വന്ന് പാഠപുസ്തകത്തിലുള്ളത് പഠിപ്പിച്ചു പോകും. പാഠപുസ്തകത്തിലുള്ളത് മാത്രം പഠിപ്പിക്കുന്ന മാഷ് കുറച്ചു കഴിഞ്ഞാൽ ഇല്ലാതാകും
എന്നാൽ പാഠപുസ്തകത്തിന് അപ്പുറത്തുള്ളത് പഠിപ്പിക്കുന്ന മാഷ് AI വന്നാലും നിലനിൽക്കും. എന്റെ മുന്നിലിരിക്കുന്ന 28 കുട്ടികൾക്കും 28 ജീവിതമാണ് എന്ന് തിരിച്ചറിയുന്ന മാഷ് നിലനിൽക്കും. എന്റെ മുന്നിലിരിക്കുന്ന 28 കുട്ടികൾക്കും 28 സങ്കടങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്ന മാഷ് AI വന്നാലും ബാക്കിയാവും. നമ്മൾ പറഞ്ഞത് ഇത്രയുമാണ്. നമ്മളുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മളുടെ കൂടി ജീവിതവുമായും സംസാരവുമായും ഇടപെടലുമായും വലിയ ബന്ധമുള്ളതാണ്. ആ കുട്ടിക്ക് ഉള്ളിൽ സമാധാനമില്ല എങ്കിൽ എത്ര പഠിച്ചൊരു കുട്ടിയാണെങ്കിലും ആ 2 മണിക്കൂർ നേരം ഉള്ളിലെ പെടച്ചിൽ കാരണം ആ കുട്ടിക്ക് അറിയുന്ന കാര്യങ്ങൾ പോലും എഴുതാൻ കഴിയില്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം എല്ലാ ദിവസവും രുചിയുള്ളതാവാറുണ്ടോ? ചില ദിവസം പാളൂല്ലേ? അതെന്തുകൊണ്ടാ? അന്ന് നമ്മുടെ മനസ്സ് പാളിയിരുന്നു. നമ്മുടെ പ്രസംഗം എല്ലാ ദിവസവും നന്നാവില്ലല്ലോ. ചില ദിവസം ആകെ കുഴപ്പത്തിലാവും. നമുക്ക് തന്നെ അത് മനസ്സിലാവും. കേൾക്കുന്നവർക്ക് മനസ്സിലാകുമെന്നറിയില്ല, നമുക്ക് മനസ്സിലാവും ശരിയായിട്ടില്ല. അതെന്തുകൊണ്ടാ? അന്ന് മനസ്സിൽ എന്തോ ഒരു പ്രശ്നം കുടുങ്ങി കിടക്കുന്നുണ്ടാവും. ഇതേപോലെ തന്നെയല്ലേ നമ്മുടെ കുട്ടികളും 2 മണിക്കൂർ നേരമാണ്. ആ 2 മണിക്കൂർ നേരം ആ കുട്ടിയുടെ മനസ്സിലുള്ളൊരു പെടച്ചിൽ മതിയാകും. ആ കുട്ടിക്ക് അറിയുന്ന കാര്യങ്ങൾ പോലും എഴുതാൻ കഴിയില്ല. അതുകൊണ്ടാണ് തിച്ച് നാറ്റ് ഹാൻ എന്ന് പറയുന്നൊരു വലിയ ഗുരു ഉണ്ട്. ഈ അടുത്ത് മരിച്ചു പോയിട്ടാണ്. 108ാമത്തെ വയസ്സിലാണ് മരിച്ചുപോയത്. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങള് യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ട്. തിച്ച് നാറ്റ് ഹാൻ എന്നാണ് പേര്. ജാപ്പനീസ് ആണ്. അദ്ദേഹം ഒരു വലിയ സന്യാസിയാണ്. അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ ഈ ടീനേജിലുള്ള കുട്ടികളെ കുറിച്ച്. ടീനേജിലുള്ള കുട്ടികളെയാണല്ലോ നമ്മളിങ്ങോട്ട് വിളിച്ചിട്ടുള്ളത്. ഈ ടീനേജ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ വല്ലാത്തൊരവസ്ഥയാണ്. ടീനേജ് പ്രായത്തിലുള്ള മക്കളുള്ള ആളുകൾക്കറിയാം. മിക്കവാറും ഈ രക്ഷിതാക്കളൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയൂലേ, ഇവിടെ ഈ സൈക്കോളജി ഒക്കെ പഠിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അറിയാം. അവരോടൊക്കെ വന്നിട്ട് രക്ഷിതാക്കൾ പറയും 7ാം ക്ലാസ് കഴിഞ്ഞതോടുകൂടി ആളാകെ മാറി. കുട്ടികളെ കുറിച്ച് 8ാം ക്ലാസ്സിൽ എത്തിയതോടുകൂടി അയാൾ മിണ്ടാതായി, കല്യാണത്തിന് വിളിച്ച വരാതായി, ഒറ്റയ്ക്ക് ഇരിക്കാൻ തുടങ്ങി, അനിയത്തിയോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ പറയില്ലേ? എന്താ സംഭവം? എന്താണ് ഈ ടീനേജിലുള്ള കുട്ടിക്ക് സംഭവിക്കുന്നത്? ഇപ്പൊ ഇത്രയും സഹോദരിമാർ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 13ഓ 14ഓ വയസ്സ് മുതൽ ഓരോ മാസവും നിങ്ങൾ അനുഭവിക്കുന്ന ഒരു 7 ദിവസത്തെ കഷ്ടപ്പാടില്ലേ? ഉള്ളിലൊരു ഗർഭപാത്രം ഉണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾ താണ്ടുന്ന ഒരു കഠിന കാലമില്ലേ? നിങ്ങൾ എന്താ ഞങ്ങളോട് വന്നിട്ട് പറയാ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും, എനിക്ക് ദേഷ്യം വരുന്നു എന്ന് പറയും, എനിക്കാകെ തളർച്ച വരുന്നു എന്ന് പറയും. കഴിഞ്ഞ ആഴ്ച പോലെയല്ല ഈ ദിവസങ്ങള്, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, എന്നോട് ചിലതൊന്നും പറയരുത് എന്ന് പറയും. ഇതൊക്കെ എന്താ നിങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം എന്താ? നിങ്ങൾക്ക് ആ 7 ദിവസം നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം നിങ്ങളുടെ ഉള്ളിലൊരു വലിയ പ്രയാസം ഉണ്ടാകുന്നത് എന്തുകൊണ്ടറിയാം? നിങ്ങളുടെ ശരീരത്തില് ചില ഹോർമോണിന്റെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഇത് പുരുഷന്മാർക്കുണ്ടോ? ഇല്ലല്ലോ. ജീവിതത്തിൽ ഒരിക്കൽ മാത്രമുണ്ട്. അതാണ് ടീനേജ് എന്ന് പറയുന്നത്. അപ്പൊ ആ കുട്ടിയെ നമ്മൾ എത്ര മനസ്സിലാക്കണം? കാരണം അവൻ തന്നെ അവനെ മനസ്സിലാവണില്ല. നമ്മൾ അവനോട് കുട്ടിയോടെന്ന പോലെ പെരുമാറും. അവന്റെ ശരീരത്തില്, അവന്റെ സംസാരത്തില്, അവന്റെ ശബ്ദത്തില്, അവന്റെ മനസ്സില് അവൻ വലിയൊരാളായി തുടങ്ങിയതിന്റെ ലക്ഷണങ്ങളുണ്ടാവും. ആ കുട്ടിയുടെ സ്ട്രെസ്സിനെ കുറിച്ച് ആലോചിച്ചു. ആ കുട്ടിയെ നിയന്ത്രിക്കാനാകാത്ത വിധമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ തിച്ച് നാറ്റ് ഹാൻ എന്ന് പറയുന്ന ഈ സന്യാസി പറയുന്നത് എന്താ അറിയോ? പരീക്ഷക്കൊക്കെ പോകുന്ന നമ്മുടെ കുട്ടികളുണ്ടല്ലോ, പരീക്ഷയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടല്ലോ അല്ലെ, പേനെടുത്തോ, പഠിച്ചോ, എല്ലാം ഓർക്കുന്നില്ലേ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിക്കൂലേ? അതൊന്ന് ചോദിക്കണ്ടെന്ന് അദ്ദേഹം പറയണ. അതൊക്കെ ആ കുട്ടി എടുത്തോളും. പകരം ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരം അവനെ അല്ലെങ്കിൽ അവളെ ഒന്നിങ്ങനെ കെട്ടിപ്പിടിച്ചു നിൽക്കൂ, ഒന്നും പറയണ്ട. പരീക്ഷയ്ക്ക്, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയ്ക്ക് ഇറങ്ങിപ്പോകുന്ന നമ്മുടെ കുഞ്ഞിനെ കുറച്ചു നേരം ഒന്ന് കെട്ടിപ്പിടിച്ചു നിൽക്കൂ. അപ്പോഴേ ആ കുട്ടി ഇങ്ങനെ മുറുകെ പിടിക്കുന്നത് കാണാം, വിടാതെ പിടിക്കുന്നത് കാണാം. ആ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാല് ആ കുട്ടി ഇങ്ങനെ ചൂടാറി പരീക്ഷയ്ക്ക് പോകുന്നത് കാണാം. ഒരു സമാധാനം കിട്ടും.
അദ്ദേഹം പറയണ ടീനേജിലുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചാണ് അദ്ദേഹം പറയണ, പരീക്ഷയ്ക്ക് പോകുന്ന ഒരു കുട്ടിയാവട്ടെ, സ്ട്രെസ് അനുഭവിക്കുന്ന കുട്ടികൾക്ക് ഇത് വേറെ എവിടുന്നും കിട്ടൂലല്ലോ, അങ്ങാടിയിൽ നിന്ന് കിട്ടൂലല്ലോ, മാഷടുത്തുനിന്ന് കിട്ടൂലല്ലോ, ടീച്ചറുടെ അടുത്തുനിന്ന് കിട്ടൂലല്ലോ. ആ കുട്ടിക്ക് കൊടുക്കേണ്ടത് നമ്മളിൽ നിന്ന് ടീനേജ് ആകുന്നതോടെ ഇങ്ങനെ അകലാൻ തുടങ്ങുന്ന ആ കുഞ്ഞിനെ ഒന്ന് അടുത്തേക്ക് വിളിച്ച് നിങ്ങളുടെ നെഞ്ചിന്റെ ചൂടത്തേക്ക് ഒന്ന് കൊണ്ടുവരൂ, അയാളൊന്ന് ചൂടാറട്ടെ. എനിക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ സമയം കഴിഞ്ഞു, നാളെ മുടക്കേണ്ടതല്ലേ, കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് എന്താ അറിയോ, നേരത്തെ പറഞ്ഞ പോലെ കുറച്ചു കാലേ നിങ്ങൾ ഈ പ്രയാസപ്പെടുന്നുള്ളൂ. 4-5 കൊല്ലാണ് ആകെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ പരീക്ഷകൾക്ക് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടേണ്ടുള്ളൂ. എന്നാൽ ഈ 40, 50, 60 കൊല്ലം നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് സമാധാനമുള്ളതായിരിക്കും. ഒരാളെയും ആശ്രയിക്കേണ്ടതില്ലാത്ത വിധം നിങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കാൻ കഴിയും. നമ്മുടെ കൂടെ ജീവിക്കുന്ന ആള് ഒരുപാട് ആളുകൾക്ക് ഈ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്ന ഒരാളാണ്. അദ്ദേഹം നമ്മളോട് പറഞ്ഞതാണ്, നിങ്ങൾ എവിടെ പെൺകുട്ടികളുണ്ടോ അവരോട് പറയണം, ഇവരുടെ അടുത്തേക്ക് ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന ധാരാളം സ്ത്രീകളുണ്ട്. ആ സ്ത്രീകള് ജീവിതത്തിലെ വളരെ ടോക്സിക് ആയ ഒരാളുടെ കൂടെ ജീവിക്കേണ്ടി വരും. ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഒരു ലൈഫ് പാർട്ട്ണറുടെ കൂടെ ഇറങ്ങിപ്പോകാൻ കഴിയാത്ത വിധം സഹിച്ചു നിൽക്കേണ്ടി വരും. ഇറങ്ങിപ്പോകേണ്ട അവസ്ഥകൾ ഉണ്ടാവും, പക്ഷെ ഇറങ്ങിപ്പോകാൻ കഴിയില്ല. അതിന്റെ പ്രധാന കാരണം എന്താണെന്നറിയോ, ഇവര് പഠിച്ചിട്ടില്ല, ഇവർക്കൊരു ജോലിയില്ല, സമ്പാദ്യമില്ല, വേറൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാനുള്ള യാതൊന്നും അവരുടെ കയ്യിലില്ല. ചെറിയ പ്രായത്തിൽ കല്യാണം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. പിന്നെ അവർ ഒറ്റക്കാകുന്ന ഒരു സമയത്ത് ഇവർക്ക് ജീവിക്കാൻ കഴിയില്ല. ഇവര് സിംഗിൾ മദർ ആകുന്ന ഒരു അവസ്ഥയെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. നമ്മുടെ പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ആ കല്യാണം ശരിയായില്ല, പിന്നെ അവൾ ഒറ്റക്ക് ജീവിക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ച് വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കൂ. അല്ലെങ്കിൽ സിംഗിൾ മദറായിട്ട് മക്കളുണ്ട്, ഭർത്താവില്ല, ഒറ്റക്കൊരു ഉമ്മ പൊരുതി ജീവിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. അവളുടെ കയ്യിൽ പഠിച്ചിട്ടില്ല എങ്കിൽ, ഒരു ജോലിക്ക് ആവശ്യമുള്ളതൊന്നും അവളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അവൾ നടുക്കടലിൽ പെട്ടതുപോലെ ഉണ്ടാവും. അവിടെ നമ്മുടെ കുട്ടികളോട് പറയണം, കല്യാണമൊന്നുമല്ല വലിയ കാര്യം. ഇത് നമ്മളെല്ലായിടത്തും പറയുന്ന, ചിലർക്കൊന്നും അത് ഇഷ്ടപ്പെടില്ല, പക്ഷെ നമ്മൾ കാണുന്ന മനുഷ്യരാ. ഇത് വെറുതെ സങ്കല്പിച്ച് പറയണല്ല. കല്യാണമല്ല ജീവിതത്തിലെ വലിയ സംഭവം. വലിയ സംഭവങ്ങളിൽ ഒന്ന് മാത്രമാണ് കല്യാണം. ജീവിതത്തിൽ എന്തെങ്കിലും ഒറ്റപ്പെട്ടാൽ, ജീവിതത്തിൽ എവിടെയെങ്കിലും ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ അവിടെയും പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസമല്ലാതെ മറ്റൊരു മാർഗമില്ല. അറിവ്, വിദ്യാഭ്യാസം ഒരു പെണ്ണിനാണെങ്കിലും ആണിനാണെങ്കിലും അയാളുടെ ചിറകുകളാണ്, അയാൾക്ക് പറക്കാനുള്ള ചിറകുകളാണ്. ഒരു പാമ്പിന്റെ മുന്നിൽ ചെറിയൊരു കുരുവി പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ? നല്ല വിഷമുള്ള ഒരു പാമ്പിന്റെ മുന്നിൽ ഒരു ചെറിയ കുരുവി ഇങ്ങനെ പെട്ടു നിൽക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. പാമ്പിങ്ങനെ പത്തി വിടർത്തി ആടുന്നതിന്റെ മുന്നിൽ ഒരു ചെറിയ കുരുവി ഇങ്ങനെ പേടിച്ചു നിൽക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. സത്യത്തിൽ കുരുവിക്ക് അതിന്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ? കുരുവിക്ക് ചിറകില്ലേ, പാറിപ്പോഴേ. അതിനെ കാത്തിരിക്കുന്ന ഒരു ആകാശമില്ലേ? അതിനെ പേടിച്ചിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഈ ചിറകാണ് വിദ്യാഭ്യാസം. ഈ ചിറകാണ് വിദ്യാഭ്യാസം. അത് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും ആ ചിറകിന്റെ പേരാണ് വിദ്യാഭ്യാസം. പറക്കാനുള്ള ചിറകിന്റെ പേരാണ്, ചെറിയ കാര്യമല്ല. അതുകൊണ്ട് ആ കുട്ടികളോട് പറയണം, നിങ്ങളെ പിഴപ്പിക്കുന്ന പല കാര്യങ്ങളുണ്ടാവും, അതിലേക്കൊന്നും വീഴണ്ട കേട്ടോ. നിങ്ങളുടെ പ്രയോറിറ്റി തെറ്റിപ്പോകണ്ട. ഒരമ്മ ചെറിയ കുഞ്ഞിനെ തോളിലേറ്റി ഇങ്ങനെ ഭിക്ഷയാചിച്ച് നടക്കുകയാണ്, ഭിക്ഷക്കാരിയാ. അങ്ങനെ ഭിക്ഷയാചിച്ച് നടക്കുന്നതിനിടയിൽ ഒരു ഗുഹ കാണുന്നു. ആ ഗുഹയുടെ മുന്നിൽ ഒരാള് നിൽക്കുന്നുണ്ട്, ഒരു സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട്. ആ സെക്യൂരിറ്റി ഈ അമ്മയോട് പറഞ്ഞു, ഈ ഗുഹയുടെ ഉള്ളിൽ നിറയെ സ്വർണവും വജ്രവും പണത്തിന്റെ വലിയ വലിയ പെട്ടികളും ഒക്കെ, നിങ്ങൾക്ക് ഇതിനകത്തേക്ക് കയറിയിട്ട് എത്ര വേണമെങ്കിലും എടുക്കാം, പക്ഷെ 2 മിനിറ്റ് 2 മിനിറ്റ് നേരം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വാരിക്കൂട്ടാം. 2 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു ബെല്ലടിക്കും. അപ്പൊ നിങ്ങൾ പുറത്തേക്ക് ചാടണം. ചാടിയിട്ടില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ചാടാൻ കഴിയില്ല, ഇത് ക്ലോസ് ആയി പോകും, അടഞ്ഞു പോകും. ആ അമ്മ ആലോചിച്ചു, 2 മിനിറ്റൊക്കെ മതിയല്ലോ, 2 മിനിറ്റൊക്കെ മതി, വാരിക്കൂട്ടാൻ 2 മിനിറ്റൊക്കെ മതിയല്ലോ. അമ്മ നേരെ അകത്തേക്ക് പോയി
വാരിക്കൂട്ടാൻ പറ്റുന്ന അത്രയും സാധനങ്ങൾ വാരിക്കൂട്ടാം. ബെല്ലടിച്ചു, സമയം കഴിഞ്ഞ് പുറത്തേക്ക് ചാടി, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ നോക്കുമ്പോ ഒരു 5 തലമുറക്ക് ജീവിക്കാൻ ആവശ്യമുള്ള അത്രയും സാധനങ്ങൾ കയ്യിലുണ്ട്. പക്ഷെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. എന്താന്നറിയാ, ഒക്കത്തുണ്ടായിരുന്ന ഒരു കുട്ടിയില്ലേ, അത് അകത്തായിപ്പോയി. ഇതാണ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. മുൻഗണനകൾ എവിടെയാണോ തെറ്റിപ്പോകുന്നത് അവിടെ നമുക്ക് പിന്നീട് ഉണ്ടാകുന്നത് മുഴുവനും ഖേദമായിരിക്കും. നിങ്ങളൊരു ചെറിയൊരു കുഞ്ഞിനെ ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് ആ കുഞ്ഞിന്റെ മുന്നിൽ 2 സാധനങ്ങൾ വെക്കുക. 500 രൂപയുടെ 4 നോട്ടുകൾ വെക്കുക. പിന്നെയോ ആ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ചോക്ലേറ്റും വെക്കുക. എന്നിട്ട് ആ കുട്ടിയോട് പറയാ, നിനക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാം, പക്ഷെ ഒന്നേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ മിക്കവാറും ആ കുട്ടി എടുക്കാൻ സാധ്യതയുള്ളത് ആ ചോക്ലേറ്റ് ആയിരിക്കും. ആ പൈസ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 4 പേപ്പർ മാത്രമേ ഇരിക്കും, അല്ലേ? ആ ചോക്ലേറ്റ് എടുത്തിട്ട് കുട്ടി ഓടും. പിന്നെ കുറച്ച് വലിയ കുട്ടിയായി കാര്യങ്ങളൊക്കെ പറഞ്ഞാല് മനസ്സിലാകുന്ന സമയമാകുമ്പോ കുട്ടിയോട് ഈ കഥയൊന്ന് പറഞ്ഞു കൊണ്ടു. എടാ, നിന്റെ മുന്നില് ഞാൻ 500 രൂപയുടെ 4 നോട്ടുകൾ 2000 രൂപയും വെച്ചു, 10 രൂപയുടെ 2 ചോക്ലേറ്റും വെച്ചു. എന്നിട്ട് നിന്നോട് പറഞ്ഞു ഇതിലേതെങ്കിലും ഒന്നെടുത്തോ. നീ എന്തെടുത്തതെന്നറിയോ? ആ ചോക്ലേറ്റ് എന്ന് പറഞ്ഞാല് ആ കുട്ടി തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് പറയും, 2000 രൂപ കൊണ്ട് എത്ര ചോക്ലേറ്റ് വാങ്ങായിരുന്നു, ഞാൻ എന്ത് മണ്ടനായി പോയി എന്ന്. ഇല്ലേ? കുട്ടിക്ക് തെറ്റിപ്പോയത് എന്താ? പ്രയോറിറ്റി. അതിന്റെ കാരണം എന്താ? കുട്ടിക്ക് അറിവില്ലാത്തോണ്ടോ? അറിവില്ലാത്തോണ്ട് സംഭവിച്ച. അറിവ് എന്നുള്ളതിന് സംസ്കൃതത്തിൽ എന്താ പറയാന്നറിയോ നിങ്ങൾക്ക്? അറിവ് എന്നുള്ളതിന് വേദം എന്നാ പറയാ. ഇല്ല എന്നുള്ളതിന് എന്താ പറയാന്നറിയോ? ന എന്നാ പറയാ. അപ്പൊ എന്തായി? വേദം പ്ലസ് ന എന്താ? വേദന. വേദന എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് നമുക്ക് പിന്നീട് ഉണ്ടാകുന്നതിന്റെ പേരാണ് വേദന. വെറുതെ ആലോചിച്ചു. അറിവില്ലായ്മ കൊണ്ട് നമ്മൾ പറഞ്ഞത്, ചെയ്തത്, പ്രവർത്തിച്ചത്, പ്രതികരിച്ചത്, അറിവില്ലായ്മ കൊണ്ട് എന്താണ് സംഭവിച്ചത്, അതിന്റെ പേരിൽ പിന്നീട് നമുക്ക് ഉണ്ടാകുന്നതിന്റെ പേരാണ് വേദന. അതുകൊണ്ട് നിങ്ങളോട് പറയുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള ഏറ്റവും വലിയ പ്രയോറിറ്റി നിങ്ങളുടെ പഠനമാണ്. അതിന്റെ കാരണം പഠനം നിങ്ങളുടെ ചിറക, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നിങ്ങളുടെ ചിറക. ഇവിടെ പൈസ ഇല്ലാതെ ഈ ഭൂമിയിൽ ജയിക്കാൻ കഴിയില്ല. മനസ്സമാധാനത്തിന്റെ 90% കാരണം ഏതെങ്കിലും ഒരർത്ഥത്തിൽ പണമായിരിക്കും. സത്യം. 42 കൊല്ലമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളാ പറയണ, മനസ്സമാധാനത്തിന്റെ വലിയൊരു പങ്ക് പണമായിരിക്കും. പണം കയ്യിലുണ്ടെങ്കിൽ ഒരാൾക്ക് ഉണ്ടാകുന്നൊരു സമാധാനമുണ്ട്. വിദ്യാഭ്യാസമാണ് ജീവിതത്തിൽ അന്തസ്സോടുകൂടി പണം സമ്പാദിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. അന്തസ്സോടുകൂടി പണം സമ്പാദിക്കാനുള്ള മാർഗം. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസം നേടുക എന്നുള്ളത് അവരുടെ ജീവിതത്തിന്റെ വരുംകാലം മുഴുവനും സമാധാനമുള്ളതാകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. നമ്മൾ എത്ര നിഷേധിച്ചിട്ട് കാര്യമില്ല, അതൊരു സത്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രയോറിറ്റികൾ മാറിപ്പോകാതെ, നിങ്ങളുടെ മുൻഗണനകൾ തെറ്റിപ്പോകാതെ വിദ്യാഭ്യാസത്തിലേക്ക് മാത്രം ഇങ്ങനെ നിങ്ങൾ കൂർപ്പിച്ചു നിൽക്കേണ്ട സമയമാണ്. നിങ്ങൾ മക്കയില് കഅബയുടെ ചുറ്റും ആളുകൾ ഇങ്ങനെ കറങ്ങുന്നത് കണ്ടില്ലേ? കണ്ടില്ലേ? കഅബയുടെ ചുറ്റും ആളുകൾ ഇങ്ങനെ കറങ്ങുന്ന ഫോട്ടോ കണ്ടിട്ടുണ്ടോ? കഅബ എന്ന് പറയുന്നത് മക്കയിലെ ഒരു സ്ക്വയർ ആണ്. അതിന് ചുറ്റും ആളുകൾ ഇങ്ങനെ തവാഫ് എന്ന് പറയാം. നമ്മുടെ ക്ഷേത്ര പ്രദക്ഷിണം അതന്നെ തവാഫ്. അതിങ്ങനെ കറങ്ങുന്നത് കാണാം. 10,000 മനുഷ്യരാണ് കറങ്ങുക. 24 മണിക്കൂറും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് നിൽക്കൂല. കോവിഡിന്റെ സമയത്ത് മാത്രമാണ് അത് നിന്നിട്ടുണ്ടാവുക. അല്ലാത്ത സമയത്തൊക്കെ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ട്, ആ കറങ്ങുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ? അതെന്താ അത്ര ഭംഗി ഉണ്ടാവാൻ കാരണം എന്നറിയോ? നടുവിലൊരു കഅബ ഉണ്ടായതുകൊണ്ട്. നടുവിൽ അങ്ങനെ ഒരു കഅബ ഇല്ലെങ്കിൽ ആ തവാഫിന് അത്ര ഭംഗി ഉണ്ടാവില്ല. കാരണം എന്താണ്? ലക്ഷ്യം ഉണ്ടാവില്ല. കഅബയാണ് അവരുടെ ഖിബില എന്ന് പറഞ്ഞാൽ ലക്ഷ്യം എന്നാണ്. അങ്ങനെ ഒരു നടുവിൽ അങ്ങനെ ഒരു കഅബ ഇല്ലെങ്കിൽ ആളുകൾ അങ്ങോട്ടും കൊണ്ട് ചെതറിപ്പോകും. ഇതാണ് ലക്ഷ്യം. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ നദികളിൽ ഒന്നാണ് ഗംഗ. പുണ്യനദിയാ ഗംഗ. ഗംഗാ നദിയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? അതിങ്ങനെ പരന്നൊഴുകുന്ന നദിയാണ്.
അത്രയും വീതിയുള്ള നദിയാ ഗംഗ. എന്നാൽ ഇതേ ഗംഗ ഒരു സ്റ്റേറ്റിലെത്തുമ്പോ, ഒരു സംസ്ഥാനത്തെത്തുമ്പോ അതിങ്ങനെ പരന്നൊഴുകുന്നതിന് പകരം അതിങ്ങനെ ചെറുതായിട്ട് ഒഴുകും, ഒരു തോട് പോലെ ഒഴുകും. മാത്രല്ല ആ സംസ്ഥാനത്തെത്തുമ്പോ അതിന്റെ പേര് ഗംഗ എന്നല്ല, അതിന്റെ പേരും മാറി ഹൂഗ്ലി എന്നാ പറയുക. അതെന്താണ് അതിന് കാരണം എന്നറിയോ? ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം കേട്ടോ. പരന്നൊഴുകിക്കൊണ്ടിരുന്ന ഗംഗ ഒരു സ്റ്റേറ്റിൽ എത്തുമ്പോ ഇങ്ങനെ ചെറുതായി ചെറുതായി ഒഴുകാൻ തുടങ്ങും. പേരും മാറി ഹൂഗ്ലി എന്ന പേര്. എന്താ അതിന് കാരണം എന്നറിയോ? അതിന്റെ കാരണം എന്താണെന്നറിയോ? ബംഗാളിൽ എത്തുമ്പോഴാണ് ഗംഗയുടെ സ്വഭാവം മാറുന്നത്. അതിന്റെ കാരണം അതിനൊരു ലക്ഷ്യമെത്താനായി. ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് വീഴണം. ഇനി പരന്നൊഴുകാൻ പറ്റുള്ളൂ. ഇനി ഇങ്ങനെ ശ്രദ്ധിച്ചൊഴുകണം. ഇനി ഇങ്ങനെ കൺവേർജ് ചെയ്ത് ഒഴുകണം. ലക്ഷ്യമില്ലെങ്കിൽ എങ്ങനെ ഒഴുകാം? നിങ്ങൾക്കൊരു സ്വപ്നമില്ലേ? നിങ്ങൾക്കൊരു ലക്ഷ്യമില്ലേ? നിങ്ങൾ എങ്ങോട്ട് ഒഴുകിപ്പോകും? ഏത് കുഴിയിലും ചെന്ന് വീഴും, ഏത് അപകടങ്ങളിലേക്കും ചെന്ന് പതിക്കും. എന്നാൽ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടോ? നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടോ? നിങ്ങൾക്ക് ജീവിതത്തിൽ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കിനാവുണ്ടോ? നിങ്ങൾ പരന്നൊഴുകൂല, നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് ഒഴുകും. നിങ്ങൾ ആര് തെറ്റിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ തെറ്റിപ്പോവില്ല, നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് ഒഴുകും, ഗംഗയെ പോലെ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കുറച്ച് സമയം വേണമെങ്കിൽ ചിലവഴിക്കാം. ഹലോ, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം സാറിനോട്.